ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ സാലഡ് തയ്യാറാക്കുന്ന വിധം കണ്ടു നോക്കാം. ഇതിൽ കൂടുതൽ കോൺ ചേർത്തതിനാൽ നമ്മൾക്കിതിനെ കോൺ സാലഡ് എന്ന് വിളിക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്യുക്കുംബറാണ് എടുത്തിരിക്കുന്നത്, അതായത് കക്കിരിക്ക. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്കിഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്തിരിക്കുന്ന പീസസ് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ഇനി അടുത്തത് നമുക്കൊരു തക്കാളി എടുക്കാം. തക്കാളി ഞാനിവിടെ ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കക്കിരിക്കയുടെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ക്യാപ്സിക്കം എടുക്കാം. ക്യാപ്സിക്കവും ഞാൻ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളിയുടെയും കക്കിരിക്കയുടെയും കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ഉള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചെറിയൊരു പീസ് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം. നെക്സ്റ്റ് നമുക്ക് കോൺ ആഡ് ചെയ്യാം. ഇത് വേവിച്ച കോണാണ്. ഫ്രോസൺ കോൺ ആയതിനാൽ നമുക്കിത് വേവിക്കാൻ 2-3 മിനിറ്റ്സ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് നല്ലപോലെ തണ്ണതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, പിന്നെ കുരുമുളക്, ഇനി ലെമൺ ജ്യൂസ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് കൂടി ആഡ് ചെയ്യാം. ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇതിൽ ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതുപോലുള്ള സാലഡ്സ് ഉണ്ടാക്കുവാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കഴിക്കുന്നത് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് വെജിറ്റബിൾ സാലഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സ്, അതായത് വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. ഇങ്ങനെ വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഫുഡുകൾ നമ്മൾ ഡെയിലി ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും അതുപോലെ കുറച്ചെങ്കിലും അസുഖങ്ങൾ മാറ്റി നിർത്താനും നമുക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്